നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ ദൈവിക സന്ദേശങ്ങൾ പലർക്കും പ്രയോജനമാണ് എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ കർത്താവിൻ്റെ ഒരു ഉപകരണം എന്ന് മാത്രമേ ഉള്ളൂ. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിൻ്റെ വായ് എൻ്റെ വായ് പോലെ ആകും എന്ന് ഇരമ്യാവിനോട് അരുളി ചെയ്തതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഉപകരണമായി തീരുവാനാണ് എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശനം നൽകിയ വചനം സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ് സദൃശവാക്യങ്ങൾ. ശലോമോനാണ് ഏറിയ പങ്കും സദൃശവാക്യങ്ങൾ രചിച്ചത്. അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ച നാടുകളിൽ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യങ്ങളാണ് സദൃശവാക്യങ്ങൾ. അസൂയയുടെ കാന്തവലയത്തിൽ പെടാത്തവരായി ആരും തന്നെ ഈ ഭൂമിയിലില്ല. അളവിൽ ഭേദമുണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അസൂയ ബാധിച്ച വ്യക്തി ജീവിതത്തിൽ സുഖമോ സംതൃപ്തിയോ അനുഭവിക്കുന്നില്ല. പരകാര്യം ചിന്തിച്ച് ഹൃദയം എല്ലായ്പ്പോഴും എരിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഗ്രീക്കിൽ ഈ വാക്കിൻ്റെ അർത്ഥം നാം എടുക്കുമ്പോൾ എരിയുക, തിളച്ചുമറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും എരിയുക എന്നാണ് ഈ വാക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. മാനസിക സംഘർഷത്തിനും തൽഫലമായി ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾക്കും അസൂയ കാരണമാകുകയാണ്. അപ്പോൾ ശാന്ത മനസ്സ് ദേഹത്തിന് ജീവനായി മാറുമ്പോൾ അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടാക്കുന്നതായ കാര്യങ്ങളാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പോപ്പ് ഗ്രിഗറി ഏതാണ്ട് മാരകമായ പാപങ്ങൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ അസൂയയും ഉൾപ്പെടുത്തുവാനായിട്ടിടയായി. മഹാനായ വില്യം കേറി എന്ന് പറയുന്ന സുവിശേഷകൻ മാരകപാപം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന് ഒരു ചാപ്റ്റർ തന്നെ അതിനകത്ത് അസൂയയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല നിലയിലാണ് അസൂയയുള്ള വ്യക്തികൾ അത് പ്രകടിപ്പിക്കുന്നത്. എങ്ങനെ അസൂയുള്ള വ്യക്തികളെ തിരിച്ചറിയുവാനായിട്ട് കഴിയും? വളരെ ജാഗ്രതയോടുകൂടെ നാം നിന്നെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ ആരെങ്കിലും പ്രശംസിക്കുമ്പോൾ ആ പ്രശംസയുടെ വാക്കുകൾ കേൾക്കുന്ന വ്യക്തി തൽക്കാലം നീരസമൊന്നും പ്രകടിപ്പിച്ചില്ല എങ്കിലും ഉള്ളിൽ കണ്ണുകടി ആരംഭിക്കും എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. എല്ലാവരിലുമല്ല, ചിലരിൽ എങ്കിലും. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന ഇസ്രായേലിലെ കന്യകമാർ ഗാനപ്രതിഗാനമായി ഏറ്റുപാടിയപ്പോൾ ശൗലിൻ്റെ ഹൃദയത്തിൽ കണ്ണുകടി തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, അവർ എനിക്ക് 1000 തന്നുള്ളൂ, അവന് 10,000 കൊടുത്തു. നീരസം അവിടെ പ്രകടിപ്പിക്കുക. അന്നു മുതൽ ശൗൽ ദാവീദിൻ്റെ ശത്രുവായി മാറി. ആ ശത്രുത വർദ്ധിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കണ്ണുകടി തുടങ്ങി. അതിനെ തുടർന്ന് അവനെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള പല തന്ത്രങ്ങൾ മെനയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവം ദാവീദിനെ ശൗലിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാഞ്ഞതുകൊണ്ടാണ് ശൗലിന് ദാവീദിനെ ഒരു നിലയിലും തകർക്കുവാനായിട്ട് കഴിയാതെ ഇരുന്നത്. ദാവീദ് ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ്. മാത്രമല്ല, ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തൻ്റെ എല്ലാ വഴികളിലും അവൻ വിവേകത്തോടുകൂടെ നടന്നു. ഇതിങ്കൽ ശൗൽ ആശങ്കിതനായി. ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു, ആശങ്കിതനായി തീർന്നു. നാം 1 ശമൂവേൽ 18:15 വായിക്കുന്നത് 19-ാമത്തെ വാക്യത്തിലാണ്. ശൗൽ ദാവീദിന് നിത്യശത്രുവായി മാറി. ദാവീദിന് നിത്യശത്രുക്കളില്ല, എന്നാൽ ശൗൽ ആ റോളങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ തൻ്റെ ഹൃദയത്തിലുണ്ടായ കണ്ണുകടിയെ ജയിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ശൗൽ ദാവീദിൻ്റെ നിത്യശത്രുവായി മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണമെന്നില്ല. ദൈവത്തിൻ്റെ വഴികളിലൂടെ നിങ്ങൾ നടക്കാൻ ജാഗരൂപരായിരുന്നാൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകും. ചിലർ അതിൽ തന്നെ നിത്യശത്രുക്കളായിട്ട് എന്ത് ചെയ്യും? മാറും. എന്തുകൊണ്ടാണ് ഈ അസൂയ വ്യക്തികളിൽ ഉണ്ടാകുന്നത്? പല പാപപ്രവർത്തികളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അസൂയയാണ്. അസൂയയ്ക്ക് കാരണം മറ്റുള്ളവരാണ്.
അന്യൻ്റെ ഭാഗ്യമാണ് തൻ്റെ ദൗർഭാഗ്യമെന്നും അന്യൻ്റെ വിജയമാണ് തൻ്റെ പരാജയമെന്നും അന്യൻ്റെ അനുഗ്രഹമാണ് തൻ്റെ ശാപമെന്നും അസൂയാലു കരുതുന്നു. തന്മൂലം അന്യനെ അകാരണമായി സംശയിക്കുകയും ശത്രുവായി കണക്കാക്കി വിദ്വേഷിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാ മേഖലകളിലും കാണുവാനായിട്ട് കഴിയും. ആത്മീയ മേഖലകളിലും ഉണ്ട്. തങ്ങളെക്കാൾ ഒരാൾ പ്രയോജനപ്പെടുന്നു, മുന്നേറുന്നു എന്നൊക്കെ കാണുമ്പോൾ ഉള്ളിൽ അസൂയ ഉണ്ടാകുന്നതായ വ്യക്തികൾ. കയീൻ ഹാബേലിനെ കൊല്ലുവാൻ കാരണം അസൂയയാണ്. നമ്മൾ വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ എല്ലായിടങ്ങളിലും അസൂയ കാണുവാനായിട്ട് കഴിയും. യോസഫിനെ സഹോദരന്മാർ പകയ്ക്കുകയും ദോഷിക്കുകയും അവനെ പൊട്ടക്കുഴിയിൽ തള്ളിയിടാനും വിൽക്കാനും കാരണം അസൂയയാണ്. ഇസഹാക്കിന് ആടുമാടുകളും ദാസീദാസന്മാരും ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. യാക്കോബിന് താൻ മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ റാഹേൽ സഹോദരിയായ ലേയോട് അസൂയപ്പെട്ടു. ഹാമാൻ എന്തുകൊണ്ടാണ് മൊർദെഖായിയെ നശിപ്പിക്കുവാനായിട്ട് ഒരുമ്പെട്ടത്? കഴുകുമരം ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ ഉണ്ടാക്കിയതിൻ്റെ പുറകിലുള്ള കാരണം അസൂയയാണ്. പക്ഷെങ്കിൽ ഈ ഹാമാൻ മൊർദെഖായിയെ നശിപ്പിക്കുവാനായിട്ടാണ് ശ്രമിച്ചത്. ഒടുവിൽ അവർ ഹാമാനെ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞു. അസൂയക്കാരനെ നശിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം. ഒരാളൊരു വീട് പണിതാലോ, മക്കൾക്ക് വിജയം ലഭിച്ചാലോ, മക്കൾക്ക് എവിടെയെങ്കിലും ഒരു വഴി പഠനത്തിന് ദൈവം തുറന്നു കൊടുത്താലോ, അല്ലെങ്കിൽ ഒരാളൊരു വണ്ടി മേടിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അസൂയയില്ലാതെ വണ്ണം അതിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ഹൃദയത്തെ അറിയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം തൂക്കി നോക്കുമ്പോൾ നാം കുറവില്ലാത്തവരായി കാണപ്പെടുവാനിടയാകണം. ദൈവമേ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാൻ ഉള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പറയണം. പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഈ മാരക പാപം വയ്ക്കാനിടയാകാതെ വണ്ണം അതെല്ലാം പുറത്തു കളഞ്ഞ് എല്ലാ അസൂയയും വ്യാജഭാവവും നുണയും നീക്കിക്കളഞ്ഞ്, ആകയാൽ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുവീൻ എന്ന് വായിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാം, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.